ബോക്സ് ഓഫീസിൽ ചരിത്രം തീർത്ത് ആഗോള തലത്തിൽ ആരാധകരെ സൃഷ്ടിച്ച സൂപ്പർ ഹിറ്റ് ഇന്ത്യൻ ചിത്രമാണ് ദുരന്തർ. ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ. ദുരന്തർ രണ്ടാം ഭാഗം മാർച്ച് 19 തിയേറ്ററുകളിലെത്തും. ആദിത്യ സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം ദുരന്ത ദി റിവെഞ്ച് മാർച്ച് 19 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും. ചിത്രത്തിന്റെ ട്രെയിലർ രൺബീർ സിംഗ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തിറക്കി. മാർച്ച് 19 ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം തുടങ്ങിയ ഭാഷകളിലാണ് ചിത്രം പുറത്തിറങ്ങുക. ഏകദേശം 4 മണിക്കൂറോളം സിനിമയുടെ ദൈർഘ്യം വരുന്നതിനാൽ തിയേറ്ററുകളിൽ ഒരു ദിവസം പ്രദർശിപ്പിക്കാവുന്ന ഷോകളുടെ എണ്ണം കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഇത് പരിഹരിക്കാൻ സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ പ്ലസ് എന്ന പേരിൽ പ്രീമിയം ടിക്കറ്റ് നിരക്കുകൾ ഏർപ്പെടുത്താൻ തിയേറ്റർ ശൃംഖലകൾ ആലോചിക്കുന്നുണ്ട്. സാധാരണ ടിക്കറ്റ് നിരക്കുകളേക്കാൾ 10% മുതൽ 25% വരെ അധിക തുക നൽകേണ്ടി വരും. സിനിമയുടെ ദൈർഘ്യം 3 മണിക്കൂർ 30 മിനിറ്റ് കുറയ്ക്കാൻ എഡിറ്റിംഗ് ടേബിളിൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും സൂചനയുണ്ട്. യാഷ് നായകനാകുന്ന ടോക്സിക് ജൂൺ 4 മാറ്റിയതോടെ നിലവിൽ ദുരന്തറിന് ബോക്സ് ഓഫീസിൽ വലിയ വെല്ലുവിളികളില്ല. എങ്കിലും മാർച്ച് 20 റിലീസ് ചെയ്യുന്ന റയാൻ ഗോസ്ലിംഗിന്റെ ഹോളിവുഡ് ചിത്രം പ്രോജക്ട് ഹെയിൽ മേരി രൺബീർ ചിത്രത്തിന് വെല്ലുവിളിയായേക്കാം. രൺബീർ സിംഗിന് പുറമെ സാറ അർജുൻ, സഞ്ജയ് ദത്ത്, ആർ മാധവൻ, അർജുൻ രാംപാൽ എന്നിവ ദുരന്തറിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ആദിത്യ സംവിധാനം ചെയ്ത ദുരന്തറിന്റെ ആദ്യ ഭാഗം ഡിസംബർ 5 തിയേറ്ററുകളിലെത്തിയത്. പാകിസ്ഥാനിലെ ഓപ്പറേഷൻ ലിയാരിയും ഇന്ത്യൻ ഇന്റലിജൻസിന്റെ പങ്കാളിത്തവും സംബന്ധിച്ച സംഭവങ്ങളെയാണ് സിനിമ പ്രചോദനമായത്. ജ്യോതി ദേശ്പാണ്ഡെയുടെ ജിയോ സ്റ്റുഡിയോസും ആദിത്യ ലോകേഷ്ദറിന്റെ B62 സ്റ്റുഡിയോസും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. രൺബീർ സിംഗിന്റെ നായികയായ സാറ അർജുൻ എത്തിയതിനെതിരെ പ്രായവ്യത്യാസം ചൂണ്ടിക്കാട്ടി നിരവധി വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ കഥാപാത്രത്തിന് 20 മുതൽ 21 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ വേണ്ടി വരുന്നതിനാലാണ് ഈ കാസ്റ്റിംഗ് തെരഞ്ഞെടുത്തതെന്നാണ് മുകേഷ് ചബ്ര വ്യക്തമാക്കിയത്. 26 മുതൽ 27 വയസ്സ് പ്രായമുള്ള മികച്ച അഭിനേതാക്കളില്ലാത്തതുകൊണ്ടല്ല ഈ പ്രായവ്യത്യാസം സിനിമയിൽ ആവശ്യമായിരുന്നു. എല്ലാവരോടും വിശദീകരിക്കാൻ കഴിയില്ല. സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ ഈ കാസ്റ്റിംഗിന് കാരണം വിമർശകർക്ക് വ്യക്തമാകുമെന്നായിരുന്നു അന്ന് കാസ്റ്റിംഗ് ഡയറക്ടർ കൂട്ടിച്ചേർത്തത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.